ഫ്രാൻസിസ് ലോകത്തിന്, ക്രൈസ്തവ സഭകൾക്ക് ഒരു മേലധ്യക്ഷ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൻ്റെ ശുശ്രൂഷയിലൂടെ തനതായ ഒരു മാതൃക നൽകിയ ആളാണ്. അത് അത്യന്താധുനികമായ ഒരു മാതൃകയാണ്. അതൊരു പദവി എന്നുള്ളതിനേക്കാളുപരി ഒരു ശുശ്രൂഷയായിട്ട് നിർവഹിച്ചവനാണ്. ആ ശുശ്രൂഷയിൽ അദ്ദേഹം പാവപ്പെട്ടവർക്കും അശരണർക്കും അഗതികൾക്കും അഭയാർത്ഥികൾക്കും വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നുവെന്ന് നമുക്കറിയാം. സഭ ദരിദ്രയാണ്, സഭ ദരിദ്രർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് തൻ്റെ പാപ്പാ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ പരിശുദ്ധ എപ്പോഴും സംസാരിച്ചിരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ സാവോ പോളോയിലെ കർദിനാൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പായോട്, ഫ്രാൻസിസ്, ഡോണ്ട് ഫർഗെറ്റ് ദ പുവർ, പാവങ്ങളെ വിസ്മരിക്കരുത് എന്ന്. ഫ്രാൻസിസ് അസീസിയുടെ പേര് പതിവിൽ കവിഞ്ഞ ഒരു വ്യത്യാസത്തോടുകൂടി എടുത്തുകൊണ്ട് പാപ്പ ആ ദാരിദ്ര്യത്തിൻ്റെയും ആ പ്രകൃതി സ്നേഹത്തിൻ്റെയും ആ സാഹോദര്യത്തിൻ്റെയും എല്ലാം ഒരു സന്ദേശം തൻ്റെ മോട്ടോയിൽ, തൻ്റെ ആപ്തവാക്യത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയായി. അത് പിന്നീട് അക്ഷരശ പാപ്പ അന്വർത്ഥമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത. അദ്ദേഹം ഈ ഏറ്റവും അവസാനം കൊടുത്ത ഊർബി എത്ത് ഓർബി എന്ന ആ ആശീർവാദം, അത് ഈസ്റ്ററിന് കൊടുക്കുന്നതാണ്, ക്രിസ്മസിനും കൊടുക്കും. ആ ആശീർവാദ സമയത്ത് കൊടുത്ത സന്ദേശത്തിലും പറയുന്നത് ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണം, ബന്ധികളെ വിട്ടയക്കണം എന്നാണ്. അപ്പോൾ എവിടെയും അത് ഒരു വ്യത്യാസവും കൂടാതെ താൻ സംസാരിക്കുന്ന ആരോടാണോ ആ ആളിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് ആ രാജ്യത്തിന് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും ക്രിസ്തീയമായ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ക്ഷമയുടെയും ദയയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു, ശക്തമായി സംസാരിക്കുമായിരുന്നു. അപ്പോഴങ്ങനെയുള്ള ഒരു സന്ദേശം പാപ്പായുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടി. ഇതുപോലൊരു പാപ്പാ ശുശ്രൂഷയുടെ മാതൃക ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നില്ല. ഇനി വരുന്ന മാതൃകകളും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ കാലഘട്ടത്തിന് യോജിച്ച മാർപ്പാപ്പാമാരെയാണ് ദൈവം ലോകത്തിന് നൽകുന്നതെന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്, നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപ്പായുടെ ശുശ്രൂഷ, ഫ്രാൻസിസ് പാപ്പായുടെ ശുശ്രൂഷ ഈ ലോകത്തിന് നൽകിയ വലിയ ഒരു ദർശന വ്യത്യാസവും മാതൃകാ വ്യത്യാസവും നാം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 11 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ 1 കൊല്ലം കഴിഞ്ഞ ഉടനെ അദ്ദേഹം പാപ്പായായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നെ കർദിനാളാക്കിയത് ബെനഡിക്ട് പാപ്പായാണെങ്കിലും ഞാൻ കർദിനാൾ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിലും പ്രവർത്തിച്ചത് ഈ ഫ്രാൻസിസ് പാപ്പായോടൊപ്പമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും ഹൃദയത്തെയും തൊട്ടറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വലിയൊരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ലോകത്തിലുള്ള എല്ലാവിധ വസ്തുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായ അറിവും വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ വിലയിരുത്തലുകളെയെല്ലാം അദ്ദേഹം ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ആദ്യകാലങ്ങളിൽ ഒരിക്കൽ രാത്രിയിൽ പതുപ്പുമായിട്ട് ഒരു ജീപ്പിൽ ചെന്ന് ആ വത്തിക്കാനിലെ പാതയോരങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് തണുപ്പ് സഹിക്കാതിരുന്നപ്പോൾ പതുപ്പ് വിതരണം ചെയ്തിട്ട് പോയതായി നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുപോലെ അദ്ദേഹം വത്തിക്കാനിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിക്കാസ്ട്രി, ഒരു വകുപ്പുണ്ടാക്കി അതിനെ ഒരു കർദിനാളിനെ നിയോഗിച്ച് അത് നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എവിടെയും പാവപ്പെട്ടവരുടെ കൂടെയായിരുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, നാം മനുഷ്യരോടൊപ്പമായിരിക്കണം, ഒന്നിച്ച് യാത്ര ചെയ്യണം. നാം ഒരിക്കലും മേളിലിരുന്നു കൊണ്ട് മറ്റുള്ളവരെ അനുയായികളായിട്ട് കരുതേണ്ടവരല്ല. പിന്നെയോ ക്രിസ്തുവിൻ്റെ ആ നേതൃത്വത്തിൽ അവിടുന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും, അവിടുത്തോട് ആഭിമുഖ്യമുള്ള എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ അടുത്ത അവസാനത്തെ സിനഡിലൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയത്.
ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നാം എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കും, ഒന്നിച്ച് സംസാരിക്കും, ഒന്നിച്ച് പ്രവർത്തിക്കും. ആരും ആരുടെയും മേലല്ല, എല്ലാവരും സമന്മാരായ ശുശ്രൂഷകരാണ്. നമ്മുടെ കാര്യസംസ അല്ലെങ്കിൽ പ്രത്യേക വരങ്ങളിൽ വ്യത്യാസമുണ്ടാകും, നമ്മുടെ അധികാര ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടാകും. പക്ഷേ എല്ലാ അധികാരങ്ങളും ശുശ്രൂഷയ്ക്കുള്ളതാണെന്നുള്ള ആ വലിയ സത്യം, ക്രിസ്തീയ സത്യം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാമാണ് പാപ്പായെക്കുറിച്ചുള്ള എൻ്റെ പ്രഥമ ചിന്തകളെന്ന് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഒരു പാപ്പ മാറിയാൽ മറ്റൊരു പാപ്പ വരും. പക്ഷേ ഈ പാപ്പായിൽ നിന്ന് കിട്ടിയ തനതായ സംഭാവനകൾ നമ്മൾ ക്രൈസ്തവരെ ചിന്തിപ്പിക്കുകയാണ് ആഴത്തിൽ. അതിലുപരിയായിട്ട് എല്ലാ മനുഷ്യരെയും ചിന്തിക്കുകയാണ്. രാഷ്ട്ര നേതാക്കന്മാരെ പോലും ചിന്തിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഭാരതത്തിൽ വരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്തോ സാങ്കേതികമായ കാരണങ്ങളാൽ അത് നടന്നില്ല എന്ന് വരികിലും അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുമായിട്ടുള്ള അടുപ്പം വളരെ വലുതാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ചു, അദ്ദേഹവും സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. അവിടെയെല്ലാം നമുക്ക് എല്ലാ രാജ്യങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ സമഭാവനയോടുകൂടിയുള്ള ദർശനം കാണാൻ കഴിയുന്നതാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സമ്മേളനങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെയോ ഇഴത്തി സംസാരിച്ചാൽ പാപ്പായിൽ നിന്ന് വരുന്ന മറുപടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സന്ദേശമായിരിക്കും. അപ്രകാരം പാപ്പ ലോക ഹൃദയത്തെ ആകർഷിച്ചു എന്ന് നമുക്കറിയാം. അങ്ങനെ ലോക മനസ്സുകളെ കവർന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മറ്റു മാർപ്പാപ്പമാരെ അപേക്ഷിച്ച്